ഹലോ കൂട്ടുകാരെ, നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ സെക്ഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ പുതിയൊരു ടാബിനെ കുറിച്ചാണ്. നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ട് ടാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, കഴിഞ്ഞ സെക്ഷനുകളിൽ നമ്മൾ ഹോം ടാബ് കംപ്ലീറ്റ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ടാബായിരുന്നു ഹോം ടാബ്. ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനും ക്യാരക്ടർ ഫോർമാറ്റിങ്ങിനും പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടാബായിരുന്നു ഹോം ടാബ് എന്ന് പറയുന്നത്. അവിടുത്തെ ടൂളുകളെല്ലാം ടെക്സ്റ്റ് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞാൽ ടു ഇൻസേർട്ട് അതേഴ്സ് ഇൻ ടു ദ ഡോക്യുമെൻ്റ് ആണ്. ഡോക്യുമെൻറ്റിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുനിന്ന് ഇൻസേർട്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഏത് ടാബ് യൂസ് ചെയ്യുന്നത്, ഇൻസേർട്ട് ടാബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, ഇൻസേർട്ട് ടാബിലേക്ക് പോവുകയാണ്. നമുക്ക് വളരെ ഇൻസേർട്ട് ടാബ് എടുക്കാം. നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ടാബാണ് ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. അവ ഇൻസേർട്ട് ചെയ്ത ശേഷം അവ ഫോർമാറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ടാബാണ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്നത്. ഓൾട്ട് എൻ ആണ് ഇൻസേർട്ട് ടാബിൻ്റെ ആക്സസ് കീ. മറക്കല്ലോ, ഓൾട്ട് പ്ലസ് എൻ ആണ് ഇൻസേർട്ട് ടാബ് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്സസ് കീ എന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? നോക്ക്, വളരെ പ്രധാനമായും ഇൻസേർട്ട് ടാബിൽ 7 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന ഇൻസേർട്ട് ടാബിൽ പ്രധാനമായും 7 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഒന്നാമത്തത് പേജസ് ആണ്, രണ്ടാമത്തത് ടേബിൾസ് ആണ്, മൂന്നാമത്തത് ഇല്ലുസ്ട്രേഷൻസ് ആണ്, നാലാമത്തത് ലിങ്ക്സ് ആണ്, അഞ്ചാമത്തത് ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ്, ആറാമത്തത് ടെക്സ്റ്റ് ആണ്, ഏഴാമത്തത് സിമ്പിൾസ് ആണ്. നോക്കിയാൽ സിമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 7 ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. ആദ്യം അത് പഠിക്കുക എന്നുള്ളതാണ്. ഗ്രൂപ്പുകൾ വളരെ പ്രധാനം. ആദ്യം അത് ബൈഹാർട്ട് ആക്കുക. ഏതൊക്കെയാ? പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിമ്പിൾസ് തുടങ്ങിയവയാണ് വളരെ പ്രധാനപ്പെട്ട ആ ഗ്രൂപ്പുകൾ. ഇതിൽ ആദ്യത്തേതാണ് പേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓർമ്മിക്കുക, പേജസ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്. അതിൽ പേജസ് ഗ്രൂപ്പിൽ വളരെ പ്രധാനമായും 3 ടൂളുകളാണ് അതിനകത്തുള്ളത്. ഒന്നാമത്തത് കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. അപ്പോൾ ഏതൊക്കെയാ? കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക് എന്നിവയാണ് അതിനകത്തുള്ള 3 പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന് പറയുന്നത്. പേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 3 പ്രധാനപ്പെട്ട ടൂളുകളാണുള്ളത്. കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക് എന്നിവയാണ് ആ 3 എണ്ണം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ കവർ പേജ് എന്താണെന്നുള്ളതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻസേർട്ട് ടാബ് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇൻസേർട്ട് ടാബ് ആക്സസ് ചെയ്യാനുള്ള ആക്സസ് കീ എന്ന് പറയുന്നത് ഓൾട്ട് പ്ലസ് എൻ ആണ്. ഇൻസേർട്ട് ടാബ് എന്താ? ഇൻസേർട്ട് ടാബ് ഒബ്ജക്റ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ടാബാണ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബ്. അതിൽ 7 ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ പേജസ് ആണ്, രണ്ടാമത്തെ ടേബിൾസ് ആണ്, മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷൻസ് ആണ്, നാലാമത്തെ ലിങ്ക്സ് ആണ്, അഞ്ചാമത്തെ ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ്, ആറാമത്തെ ടെക്സ്റ്റ് ആണ്, ഏഴാമത്തെ സിമ്പിൾസ് ആണ്. ഇതിൽ പേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 3 ഓപ്ഷൻ: കവർ പേജസ്, ബ്ലാങ്ക് പേജസ്, പേജ് ബ്രേക്ക്. അതിൽ കവർ പേജിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കവർ പേജസ് എന്താണ്, അല്ലെങ്കിൽ കവർ പേജ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കവർ പേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രോജക്റ്റൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? നമ്മൾ പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടില്ലേ? കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രോജക്റ്റൊക്കെ ചെയ്തിട്ടില്ലേ? ആ സമയത്ത് നമ്മൾ കവർ പേജ് ചെയ്യാറുണ്ട്. ഒരു പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് പേപ്പറാണ് ഏതെന്ന് പറയുന്നത് കവർ പേജ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ ഡോക്യുമെൻ്റ് ടൈറ്റിൽ നമ്മൾ വയ്ക്കാറുണ്ട്, ഓതറിൻ്റെ പേര് വയ്ക്കാറുണ്ട് ഇല്ലേ? ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കവർ പേജ് തയ്യാറാക്കാറില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കവർ പേജ് ആഡ് ചെയ്യേണ്ടി വന്നാൽ അവിടെ നിങ്ങൾക്ക് കവർ പേജിൻ്റെ കുറേ ടെംപ്ലേറ്റുകൾ അവർ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഈ കാണുന്ന രീതിയിലുള്ള കവർ പേജുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിതാണ്ട് ഈ ഒരു മോഡൽ ഞാൻ സെലക്ട് ചെയ്തു. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു മോഡൽ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഓപ്പൺ ആയി വന്നു. വേറൊരു മോഡൽ വേണമെങ്കിൽ എടുക്കാം. നോക്ക്, ഞാനാണ്ട് ഈ ഒരു മോഡൽ കൊടുത്തു. ഇപ്പോൾ ഈ ഒരു മോഡൽ വന്നു. ഫസ്റ്റ് പേജിലേ വരുള്ളൂ. എപ്പോഴും ബിഗിനിങ് പേജിൽ മാത്രമേ എന്ത് വരുള്ളൂ? കവർ പേജ് വരുള്ളൂ. അപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം അവർ തന്നെ തന്നിട്ടുണ്ട്. ബാക്കി സ്ഥലം മോഡലാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ഡോക്യുമെൻ്റ് ടൈറ്റിൽ എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഫോർമാറ്റഡ് ആണിത്. നമുക്ക് ഫോർമാറ്റ് ഒന്നും ചെയ്യണ്ട. ഓൾറെഡി അവർ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ടൈപ്പ് ചെയ്യാം. ഡോക്യുമെൻ്റ് സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. ഡേറ്റ് ഇവിടെ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. പിക്ക് ദ ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ക് ഡേറ്റ് പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്ത് അവിടെ കൊടുക്കാൻ പറ്റും. ക്ലിയർലേ? ഇവിടെ ഓതറിൻ്റെ പേര്, ഓതർ സിസ്റ്റത്തിൻ്റെ പേരായിരിക്കും വരിക. സിസ്റ്റത്തിൻ്റെ പേര് സഹകാരി റൈസ് എന്ന് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് മാറ്റി വേറെ ഓതർ കൊടുക്കണമെങ്കിൽ വേറെ ഓതർ കൊടുക്കാം. ക്ലിയർലേ? അപ്പോൾ ഇവിടെ എപ്പോഴും ഓർമ്മിക്കുക, ഇത് ഈ പറഞ്ഞ ടൈറ്റിൽ, സബ് ടൈറ്റിൽ,
ഡേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് എന്താ ഇവിടെ കൊടുക്കേണ്ടത്, ടൈറ്റിലാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം. ഇവിടെ എന്താ കൊടുക്കേണ്ടത്, സബ് ടൈറ്റിലാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, ഡേറ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മിക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇനിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കൊടുക്കുന്നില്ലേ ഈ ബോക്സിൻ്റെ പേരാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ ഓർമ്മിക്കുക, ഇങ്ങനെ ഒരു എന്താണ് ഫോർമാറ്റഡ് ആയിട്ടുള്ള ഒരു ബോക്സ്. ആ ബോക്സ് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ആ ബോക്സ് നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇത് നമ്മൾ കവർ പേജ് എടുത്തപ്പോഴേ ഓട്ടോമാറ്റിക്കലി വന്നതല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്താൽ എന്താ ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു ബോക്സിൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് അറിയാം. ഇതൊരിക്കലും ഈ ബോക്സ് പ്രിൻറ്റിൽ വരില്ല. അതിന് പകരം നമുക്ക് ഈ എഴുതുന്ന ആൾക്ക് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ട ആൾക്ക് അറിയാം ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂലേ. അപ്പോൾ ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റീയൂസബിൾ പീസസ് ഓഫ് കണ്ടന്റ് ആണ്. അതായത് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയും, കണ്ടന്റുകൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ബോക്സസ് ആണ്. റീയൂസബിൾ പീസസ് ഓഫ് കണ്ടന്റ് ആണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. വീണ്ടും എത്ര തവണ വേണമെങ്കിലും നമുക്കിത് ഡിലീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോക്സാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പേരാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൻ്റെ പേരാണ് വേർഡ് ഫീൽഡുകൾ എന്ന് പറയും. മറക്കരുത്, ഇങ്ങനൊരു ബോക്സ് ഈ ഒരു രീതിയിൽ കാണുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഈ വരയിൽ കാണുന്ന ഈ ബോക്സിൻ്റെ പേരാണ് വേർഡ് ഫീൽഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് മറന്നു പോകരുത്, എന്താണ്? വേർഡ് ഫീൽഡുകളാണ്. ചില വേർഡ് ഫീൽഡുകളിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ബട്ടൺസ് വയ്ക്കാറുണ്ട്. കണ്ടോ, ചില വേർഡ് ഫീൽഡുകളിൽ ഇതേപോലെ അഡീഷണലി നമുക്ക് സെലക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബട്ടൺസ് വയ്ക്കാറുണ്ട്. അങ്ങനെ ബട്ടൺസ് ഉണ്ടെങ്കിൽ വേർഡ് ഫീൽഡിലുള്ള ഈ ബട്ടണിനെ വിളിക്കുന്ന പേരാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ക്ലിയർലേ? സ്വിച്ച് എന്ന് പറയും. സ്വിച്ച് വേർഡ് ഫീൽഡിലുള്ള ബട്ടണുകൾ അറിയപ്പെടുന്ന പേരാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ക്ലിയർലേ? ഓർമ്മിക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് വേർഡ് ഫീൽഡ് എന്നാണ്. ഓർമ്മിക്കുക, ഇത് വേർഡ് ഫീൽഡാണ്. അപ്പോൾ വേർഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റീയൂസബിൾ പീസസ് ഓഫ് കണ്ടൻസ് ആണ്, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ബോക്സുകളാണ് എന്ന് പറയുന്നത് വേർഡ് ഫീൽഡ് എന്ന് പറയുന്നത്. കവർ പേജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കവർ പേജിൽ കണ്ടന്റുകൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫോൾട്ടായിട്ട് വരുന്നത് ഏതാണ്? വേർഡ് ഫീൽഡാണ്. കവർ പേജിൽ കണ്ടന്റുകൾ വേർഡ് ഫീൽഡിനകത്താണ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ മാത്രമേ പറ്റുള്ളൂ എന്നല്ല, വെളിയിൽ വെച്ച് ടൈപ്പൊക്കെ ചെയ്യാം. പക്ഷേ കണ്ടന്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവർ തന്നിട്ടുള്ള ബോക്സുകളെ വിളിക്കുന്ന പേരെന്ത് തന്നെയാണ്? വേർഡ് ഫീൽഡ് എന്നാണ്. നമുക്ക് വേർഡ് ഫീൽഡുകൾ വേണമെങ്കിൽ പ്രത്യേകം വേറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? വേറെ വേർഡ് ഫീൽഡുകൾ ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വേറെ നമുക്ക് മാറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, വേർഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, വേർഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കണ്ടന്റുകൾ ടൈപ്പ് ചെയ്യാനുള്ള ഫോർമാറ്റിംഗ് ബോക്സുകളാണ് എന്ന് പറയുന്നത് വേർഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ അത് റീയൂസബിൾ ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. പിന്നെ ചിലതിലൊക്കെ ഇതേപോലുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് ചേർക്കാനുള്ള ഓപ്ഷൻസ് കാണും. എങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്വിച്ച് എന്ന് വിളിക്കാം എന്നുള്ളതും കൂടി അവിടെ ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം, കവർ പേജ് ആണ് പഠിച്ചത്, മറന്നു പോരുത്. കവർ പേജിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പം എപ്പോഴും അത് ഓർമ്മിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേർഡ് ഫീൽഡുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനം. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ പഠിക്കും, ഇൻസെർട്ടിൽ തന്നെ പഠിക്കും. ഇൻസെർട്ടിൽ ക്വിക്ക് പാർട്ട് എന്ന് പറയുന്നൊരു ഏരിയ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ പഠിക്കും, ടെക്സ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കും. അവിടെ നമ്മൾ വേർഡ് ഫീൽഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ ഇത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കവർ പേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം തയ്യാറാക്കുന്ന പേജ്, അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്ന പേജാണ് ഏത്? കവർ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കവർ പേജ് എപ്പോഴും ബിഗിനിങ്ങിലായിരിക്കും ഇൻസേർട്ട് ആകുക. അതിൻ്റെ കുറേ മോഡൽസ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ക്ലിയർലേ? വേണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനും പറ്റും. ക്ലിയർലേ? അപ്പോൾ അത്രയാണ് കവർ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് ബ്ലാങ്ക് പേജാണ് നമുക്ക് പഠിക്കേണ്ടത്. ക്ലിയർലേ? അപ്പോൾ നമ്മളൊരു പുതിയ ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പേജേ ഉണ്ടാവുള്ളൂ. ക്ലിയർലേ? ഒരു ഡോക്യുമെൻറ്റിൽ ഡിഫോൾട്ടായിട്ട് ഒരു പേജേ ഇവിടെ കാണുള്ളൂ. പേജ് 1 of 1. അപ്പോൾ നമുക്ക് ഒരുപാട് പേജുകൾ വേണമെങ്കിൽ, നമുക്ക് ബ്ലാങ്ക് പേജുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലാങ്ക് പേജുകൾ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ബ്ലാങ്ക് പേജിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കഴ്സർ പൊസിഷനിൽ പുതിയ ബ്ലാങ്ക് പേജ് വരും എന്നുള്ളതാണ്. കഴ്സർ ഇരിക്കുന്ന സ്ഥലത്ത് പുതിയ ബ്ലാങ്ക് പേജ് വരും. ഇപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. ക്ലിയർ? കഴ്സർ ഇരിക്കുന്നത് എവിടെയാണ്? ക്യാരക്ടറിൻ്റെ അവസാനമാണ്. കഴ്സർ ഇരിക്കുന്നത് ഇവിടെയല്ലേ? അപ്പോൾ ഇവിടെ പുതിയ ബ്ലാങ്ക് പേജ് വരണം. ഞാനിവിടെ ബ്ലാങ്ക് പേജ് കൊടുത്തു കഴിഞ്ഞാൽ നോക്ക്, പുതിയ ബ്ലാങ്ക് പേജ് അവിടെ വന്നു. കണ്ട, കഴ്സർ ഇരിക്കുന്നിടത്ത് പുതിയ എന്ത് വന്നു? ബ്ലാങ്ക് പേജ് വന്നു. ക്ലിയർലേ? ഇനി കഴ്സർ ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ബ്ലാങ്ക് പേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അവിടെ എന്ത് വരും? ബ്ലാങ്ക് പേജ് വരും. ക്ലിയർലേ? ഇവിടെ ബ്ലാങ്ക് പേജ് വന്നു. കണ്ടില്ലേ? കഴ്സർ ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് വന്നു? ബ്ലാങ്ക് പേജ് വന്നു. ക്ലിയർലേ? കഴ്സർ ഇരുന്നിടത്ത് പുതിയ എന്ത് വന്നു?
ബ്ലാങ്ക് പേജ് വന്നു. അതാണ് കഴ്സർ ഇരിക്കുന്ന സ്ഥലത്ത് പുതിയ ബ്ലാങ്ക് പേജ് വരിക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബ്ലാങ്ക് പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴ്സർ ഇരുന്ന സ്ഥലത്ത് എന്ത് വന്നു, പുതിയ ബ്ലാങ്ക് പേജ് വന്നു. കഴ്സർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പുതിയ ബ്ലാങ്ക് പേജ്. ഇപ്പോൾ കഴ്സർ ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ പുതിയ ബ്ലാങ്ക് പേജ് വരും, ഇത് വേറെ സ്ഥലത്ത് പോകും. ക്ലിയർലേ? നോക്ക്, കഴ്സർ ഇരുന്ന സ്ഥലത്ത് എന്ത് വന്നു, പുതിയ ബ്ലാങ്ക് പേജ് വന്നു. ഇവിടെയാണ് ഇരുന്നത്, ഇവിടെയാണ് കഴ്സർ ഇരുന്നത്, അവിടെ നിങ്ങൾക്ക് പുതിയ ബ്ലാങ്ക് പേജ് താണ്ട കിട്ടി. ഇത് പുതിയ ബ്ലാങ്ക് പേജാണ്. ഓക്കെ, മറ്റേ ബാക്കി ഭാഗം അടുത്തൊരു പേജിലേക്ക് പോയി. ക്ലിയർലേ? താഴെ വേറൊരു പേജ് ഉണ്ടായിരുന്നു, അതാണിത്. ക്ലിയർലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, കഴ്സർ ഇരിക്കുന്ന സ്ഥലത്ത് കഴ്സർ പൊസിഷനിൽ പുതിയ ബ്ലാങ്ക് പേജ് ഇൻസർട്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അവിടുത്തെ ആ ഡെഫിനിഷൻ അങ്ങനെ പഠിക്കാം. ഇൻസർട്ട് എ ന്യൂ ബ്ലാങ്ക് പേജ് അറ്റ് ദ കറണ്ട് കഴ്സർ പൊസിഷൻ. ക്ലിയർലേ? അങ്ങനെ പഠിക്കാം. ഇൻസേർട്ട് എ ന്യൂ ബ്ലാങ്ക് പേജ് അറ്റ് ദ കഴ്സർ പൊസിഷൻ. കഴ്സർ പൊസിഷനിൽ പുതിയ ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്, ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇൻസേർട്ട് എ ന്യൂ ബ്ലാങ്ക് പേജ് അറ്റ് ദ കഴ്സർ പൊസിഷൻ. പുതിയ ബ്ലാങ്ക് പേജ് കഴ്സർ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാനാണ് അങ്ങനൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. അത്രയേ ഉള്ളൂ. ക്ലിയർലേ? അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് പേജ് ബ്രേക്ക്. പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. എന്താണ്, സ്റ്റാർട്ട് ദ നെക്സ്റ്റ് പേജ് അറ്റ് ദ കറണ്ട് പൊസിഷൻ. ക്ലിയർലേ? കഴ്സർ നെക്സ്റ്റ് പേജിലേക്ക്, അടുത്ത പേജിലേക്ക് കൊണ്ടുപോവുക. ഒരു പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ പേജിലേക്ക് കഴ്സർ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക എന്നതാണ് എന്തിൻ്റെ ഉപയോഗം, പേജ് ബ്രേക്കിൻ്റെ ഉപയോഗം. കഴ്സർ മൂവ് ആകും. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു, എന്നിട്ട് കഴ്സർ ഇവിടെ ഫ്രണ്ടിൽ വെച്ചു. ഓക്കെ, കഴ്സർ ഇവിടെ ടോപ്പിൽ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഞാൻ പേജ് ബ്രേക്ക് കൊടുത്താൽ, ബ്ലാങ്ക് പേജാണ് കൊടുക്കണമെങ്കിൽ ഇവിടെ പുതിയ ബ്ലാങ്ക് പേജ് വരും. ക്യാരക്ടർ വേറൊരു സ്ഥലത്തേക്ക് പോകും, ഇവിടെ പുതിയ ബ്ലാങ്ക് പേജ് വരും. എന്നാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് പേജ് ബ്രേക്കാണ് കൊടുക്കണമെങ്കിൽ കഴ്സറും ഈ ക്യാരക്ടറും കൂടി നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ആവും. ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, പേജ് ബ്രേക്ക് കൊടുക്കുന്നത്. ഈ ജി മുതൽ GCCF എന്ന് പറഞ്ഞ ഇത്രയും ക്യാരക്ടറും കഴ്സറും കൂടി പുതിയ ഏതിലേക്ക് പോകും, പുതിയൊരു പേജിലേക്ക് പോകും, നെക്സ്റ്റ് പേജിലേക്ക് പോകും. നോക്ക്, കണ്ടില്ലേ, പുതിയ നെക്സ്റ്റ് പേജിലേക്ക് അത്രയും പോയി. ബ്ലാങ്ക് പേജാണ് കൊടുത്തെങ്കിൽ ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് വരും, GCCF അടുത്ത പേജിലേക്കേ പോകുള്ളൂ. ഇതെന്താ കൊടുത്തത്, പേജ് ബ്രേക്കാണ് കൊടുത്തത്. അവിടെ വെച്ച് പേജ് ബ്രേക്കായി ഇങ്ങ് വരും എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇത് പേജ് ബ്രേക്കാണ് എന്നുള്ളതാണ്. പേജ് ബ്രേക്കിൻ്റെ കാര്യം മറന്നുപോലും. പേജ് ബ്രേക്കും ബ്ലാങ്ക് പേജും തമ്മിൽ മാറിപ്പോരുത്. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, ഒന്നുകൂടി പറഞ്ഞു തരാം. നോക്കിയോ, ഞാൻ ഇവിടെ കുറച്ച് ക്യാരക്ടർ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഞാൻ ബ്ലാങ്ക് പേജാണ് കൊടുക്കണമെങ്കിൽ കഴ്സർ പൊസിഷനിൽ പുതിയ ബ്ലാങ്ക് പേജ് വരും. അതായത് ഇവിടെ ബ്ലാങ്ക് പേജ് കൊടുത്തു. നമുക്ക് ബ്ലാങ്ക് പേജ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നാമത്തെ പേര് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആ കൊടുത്ത സ്ഥലത്ത് എന്ത് വന്നു, പുതിയ ബ്ലാങ്ക് പേജ് വന്നു. മറ്റേത് എങ്ങോട്ട് പോയി, മൂന്നാമത്തെ പേജിലേക്ക് ബാക്കി പോയി. ക്ലിയർലേ? എന്നാൽ ഇവിടെ നോക്കിയാൽ ഞാൻ ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്തു എന്ത് ചെയ്തു, ഇവിടെ വെച്ചിട്ട് പേജ് ബ്രേക്കാണ് കൊടുക്കുന്നത്. പേജ് ബ്രേക്കാണ് കൊടുക്കണമെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് ആര് പോവും, കഴ്സർ പോവും എന്നുള്ളതാണ് അവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് ആര് പോയി, കഴ്സർ പോയി എന്നാണ്. അവിടെ പുതിയ ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. കഴ്സർ എങ്ങോട്ട് വരും, നെക്സ്റ്റ് പേജിലേക്ക് വരും. വല സൈഡിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതും കൂടി എവിടെ വരും, നെക്സ്റ്റ് പേജിലേക്ക് വരും എന്നുള്ളതാണ് പേജ് ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർലേ? അപ്പോൾ പേജ് ബ്രേക്ക് ബ്ലാങ്ക് പേജ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Ctrl+Enter ആണ് പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ. Ctrl+Enter അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയാം. ക്ലിയർലേ? Ctrl+Enter അല്ലെങ്കിൽ റിട്ടേൺ ആണ് പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പഠിക്കുക. ക്ലിയർലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം പേജ് ബ്രേക്ക് എന്നുള്ളതാണ്. ക്ലിയർലേ? അപ്പോൾ ഇവിടെ കവർ പേജായി, ബ്ലാങ്ക് പേജായി, പേജ് ബ്രേക്കായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് അതിൻ്റെ കൂടെ ചേർത്ത് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവ. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, നോക്കിയോ. ഇനി ഒരു കാര്യം കൂടി പഠിക്കേണ്ടത്, ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ നോക്കിയോ, ഞാൻ ബ്ലാങ്ക് പേജ് ഇൻസർട്ട് ചെയ്യണം. കുറേ ബ്ലാങ്ക് പേജ് ഇവിടെ ഇൻസർട്ട് ചെയ്തു. ശ്രദ്ധിച്ചേ, ഇവിടെ ഇൻഡിക്കേഷൻ ഒന്ന് ഓർമ്മിച്ചിരിക്കണം. നമുക്കറിയാലോ സ്റ്റാറ്റസ് ബാറാണിത്. ഇത് സ്റ്റാറ്റസ് ബാറാണ്. ഇപ്പോൾ ഈ ബാറിൻ്റെതായി ഈ സൈഡിൽ പേജ് ഇൻഡിക്കേഷൻ ഉണ്ട്, കാണാമല്ലോ. ഇവിടെ 1 of 7 എന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിൽ 1 എന്താണെന്നും 7 എന്താണെന്നും പഠിക്കണം. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ കറണ്ട് കഴ്സർ പൊസിഷനെയും, 7 എപ്പോഴും, അതായത് ആദ്യത്തെ നമ്പർ എപ്പോഴും ഉദ്ദേശിക്കുന്നത് കറണ്ട് കഴ്സർ പൊസിഷനെയും, രണ്ടാമത്തെ നമ്പർ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പേജസും ആണ്. ക്ലിയർലേ? അപ്പോൾ ഇത് 1ാമത്തെ പേജിലാണ് കഴ്സർ നിൽക്കുന്നത് എന്നാണ് ആ 1. ടോട്ടൽ എത്ര പേജുണ്ട്, 7 പേജുണ്ട്. അടുത്ത് ഇവിടെ നോക്ക്, ഇപ്പോൾ 2ാമത്തെ പേജിലാണ് കഴ്സർ പൊസിഷൻ, ടോട്ടൽ എത്ര പേജുണ്ട്, 7 പേജുണ്ട്. ക്ലിയർലേ? അപ്പം ഫസ്റ്റ് കറണ്ട് കഴ്സർ പൊസിഷനും രണ്ടാമത്തത് ടോട്ടൽ നമ്പർ ഓഫ് പേജസും ആണെന്നുള്ളത്
ഇതിൻ്റെ കൂടെ ഓർമ്മിക്കേണ്ട കാര്യമാണ് പിള്ളേരെ, മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ആകുമ്പോഴത്തേക്കും പേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ?